ഹലോ ഫ്രണ്ട്സ്, വെറൈറ്റി ഹോം മലയാളം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു അടിപൊളി ഒരു ഹെയർ പാക്കുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഈ ഒരു ഹെയർ പാക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണെന്ന് തോന്നി. കാരണം എന്ന് പറയാൻ ഈ ഒരു സമയത്ത് നമ്മുടെ മുടിയൊക്കെ ഒന്ന് ഡ്രൈ ആകുന്ന സമയമാണല്ലേ. അപ്പം ആ ഒരു ഡ്രൈനെസ് മാറ്റി നമ്മുടെ മുടി ഒന്ന് മോയ്സ്ചറൈസിങ് ആകാനും മുടിക്ക് നല്ല തിളക്കം ലഭിക്കാനും പറ്റിയ നല്ലൊരു ഹെയർ പാക്കാണ് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഞാൻ മഞ്ഞുകാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ഇപ്പോൾ മഞ്ഞുകാലത്ത് ഈ ഒരു പാക്ക് നമുക്ക് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും. കാരണം ഈ സമയം എന്ന് പറഞ്ഞാൽ മുടിയൊക്കെ നല്ല ഡ്രൈ ആകാൻ ചാൻസ് ഉള്ള സമയമാണല്ലോ. അപ്പോൾ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഒരു പാക്ക് മഞ്ഞുകാലത്ത് മാത്രമേ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെയല്ല കേട്ടോ. മഞ്ഞുകാലത്ത് മാത്രമല്ല, നമുക്ക് ഡ്രൈനെസ് എന്ന് തോന്നുമ്പോഴേ നമുക്ക് ഈ ഹെയർ പാക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഡ്രൈനെസ് ഉള്ള എല്ലാവർക്കും ഈ ഹെയർ പാക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പം നല്ല രീതിയിൽ പട്ടുപോലെ തന്നെ തിളങ്ങും കേട്ടോ. അത്ര നമ്മളത് ഓരോ പ്രാവശ്യം ഉപയോഗിക്കുന്നതനുസരിച്ച് നമ്മുടെ മുടിയിൽ അതിൻ്റെ ചേഞ്ച് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പം ഈ ഒരു പാക്ക് നമുക്ക് ഞാൻ കാണിക്കുന്നതിന് മുമ്പായിട്ട് എനിക്കൊരു കമൻറ്റ് വന്നിരുന്നു. അപ്പം ഞാൻ പാക്കിൻ്റെ വീഡിയോ ചെയ്യുമ്പം അതിൻ്റെ കൂടെ പറയാമെന്ന് കരുതിയാണ് ഞാനത് പറയാതിരുന്നത്. ഷാജി ശങ്കർ എന്നും പറഞ്ഞൊരു പേരിലാണ് വന്നിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു വൈഫോ മോളോ സിസ്റ്ററോ ആരെങ്കിലും ആകാം. അപ്പം ഞാൻ ഉലുവയുടെ ഒരു പാക്ക് ചെയ്തിരുന്നു. അപ്പോൾ ആ ഉലുവയുടെ പാക്ക് ചെയ്തിട്ട് ഹെയർ ഫോളിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പാക്ക് ചെയ്തിട്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു മെസ്സേജ് വന്നിരുന്നു, താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട് മാറ്റം വന്ന് അതിൻ്റെ ഒരു റിസൾട്ട് കിട്ടിയെന്ന് അറിഞ്ഞതിൽ എനിക്കും ഒരുപാട് സന്തോഷം. ഇനിയും ഇതുപോലെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് ഈ ഒരു പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നും കൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാൻ പറ്റുന്നു. ഞാൻ ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ചോറാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനിതൊരു 4 സ്പൂണോളം ചോറ് ഞാൻ ഇതിനകത്തിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഈ ചോറ്. ഇനി അപ്പം ഞാനൊരു മുട്ടയും കൂടെ പൊട്ടിക്കുകയാണ്. പക്ഷേ നമുക്കിതിൻ്റെ മുട്ടയുടെ മഞ്ഞ വേണ്ട, മുട്ടയുടെ വെള്ള മതി കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം മുട്ടയുടെ വെള്ള എല്ലാം സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി ഇതിനകത്തിലോട്ട് അലോവേര ജെല്ലാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് പ്യുവറായിട്ടുള്ള അലോവേറയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 സ്പൂണേ ചേർത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് നല്ല ഡ്രൈ ഉള്ളവരാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു 2 സ്പൂണോളം ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് അരച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് നല്ല ഒരു പാക്ക് രൂപത്തിലോട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് അരച്ചെടുക്കാം. ഇതിപ്പം നല്ല തിക്ക് പേസ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഞാൻ ഇതിനകത്തിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നതെന്ന് പറയാൻ തേങ്ങാപ്പാലാണ് കേട്ടോ. ഇപ്പോൾ തേങ്ങാപ്പാൽ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ 1-ാം പാലും 2-ാം പാലും ഒന്നുമല്ല. തേങ്ങ മിക്സിയിൽ അരച്ച് കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതും കൂടെ ഒഴിച്ചാണ് ഒന്നുകൂടെ ലൂസ് പരുവത്തിലോട്ട് ആക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു അളവിന് ചേർത്തിട്ടുണ്ട്. ഞാനൊരു 3 സ്പൂണോളം ഇതിനകത്തിലോട്ട് തേങ്ങാപ്പാൽ ചേർത്തിട്ടുണ്ട്. ഇത് നല്ല എഫക്റ്റീവായിട്ടും വർക്കും ആകുന്ന ഒരു പാക്കാണ് കേട്ടോ. നല്ല ഡ്രൈ ഹെയർ ആയിട്ടുള്ളവർക്കൊക്കെ നല്ല വർക്കാവുന്ന ഒരു പാക്കാണ്. അപ്പം ഈ ഒരു രീതിയിലായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഈ പ്രൊസീജിയർ തീർന്നിട്ടില്ല. ഇനി ഇതിനകത്തിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പം ഇതിനകത്തോട്ട് ഇനി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്, ഇത് കഞ്ഞിവെള്ളം ഞാൻ നന്നായിട്ട് പുളിപ്പിച്ച് തലേദിവസത്തെയാണ് കേട്ടോ, പുളിപ്പിച്ചെടുത്താണ്. അപ്പോൾ അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഡാമേജ് ആയിട്ടുള്ള ഹെയറിനൊക്കെ ആണെങ്കിൽ കഞ്ഞിവെള്ളം പുളിപ്പിച്ചെടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത് കേട്ടോ. അപ്പം അതും കൂടെ ഞാൻ ഇതിനകത്തോട്ട് ചേർത്ത്
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലോട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പരുവമാണ് വേണ്ടത് കേട്ടോ. ഇങ്ങനെ ഇരിക്കണം. നമ്മുടെ ഹെയറിലും ഒക്കെ അപ്ലൈ ചെയ്യാനുള്ളതല്ലേ, അപ്പം ഈ ഒരു പരുവമാണ് നല്ലത്. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് അരച്ചെടുത്താണ്. അപ്പം ഞാൻ ഇതിനകത്തിൽ അരയ്ക്കാൻ ആദ്യം എടുത്തതെന്ന് പറഞ്ഞാൽ ചോറാണ്. ചോറിനകത്തിലോട്ട് ഞാൻ കുറച്ച് കറ്റാർവാഴ ചേർത്തു. കറ്റാർവാഴ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഡ്രൈ ഹെയർ ആണെങ്കിൽ നമുക്ക് ഒരു 2 സ്പൂണൊക്കെ ചേർക്കാം കേട്ടോ. 2 or 3 ഒക്കെ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. ഞാനിപ്പോൾ 1 സ്പൂണേ ചേർത്തിട്ടുള്ളൂ, കാരണം ഞാൻ ഇതിനകത്ത് തേങ്ങാപ്പാലും കൂടെ ചേർക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1 സ്പൂൺ കറ്റാർവാഴ ചേർത്തത്. കറ്റാർവാഴ ജെല്ല് നിങ്ങൾക്ക് വീട്ടിലില്ലെങ്കിൽ നമുക്ക് മറ്റേ ട്യൂബിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ കുറച്ചും കൂടെ വർക്ക് ആവുന്നതെന്ന് പറയാൻ അല്ലാട്ടുള്ള കറ്റാർവാഴ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പം അതിനുശേഷം അത് നന്നായിട്ട് ഞാൻ അരച്ചെടുത്തതിന് ശേഷമാണ് അതിനകത്തിലോട്ട് ഞാൻ ഈ തേങ്ങാപ്പാലും അതുപോലെ തന്നെ നമ്മുടെ പുളിപ്പിച്ച കഞ്ഞിവെള്ളവും ചേർത്തിരിക്കുന്നത്. ഇനി ഈ ഒരു പരുവത്തിലോട്ടായിട്ടുണ്ട്. ഇനി നമ്മുടെ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നും കൂടെ നമുക്കൊന്ന് നോക്കാം. ഈ ഒരു സമയത്ത് ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു പാക്ക് തന്നെയാണ് ഇത്. ഞാൻ ഈ ഒരു രൂപത്തിലോട്ട് എടുത്തിരിക്കുന്നത് തന്നെ നമ്മുടെ സ്കാൽപ്പിലും അതുപോലെ തന്നെ നമ്മുടെ ഹെയറിലും കൂടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നല്ലതായിട്ട് നമ്മുടെ സ്കാൽപ്പിലും നന്നായിട്ട് ഫസ്റ്റ് തന്നെ നമ്മുടെ സ്കാൽപ്പിലൊക്കെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല രീതിയിൽ തന്നെ അപ്ലൈ ചെയ്യണം. അപ്പം ഇത് നല്ല രീതിയിൽ ഡ്രൈ ആയിട്ടിരിക്കുന്ന ഹെയറിലാണെങ്കിൽ ഇത് നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പാക്കാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തിൽ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്തിരിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ അലോവേര കുറച്ചത്. അപ്പം എനിക്ക് ഇതാണ് കറക്റ്റായിട്ട് പരുവം. അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഡാമേജ് ഒരുപാട് ഡ്രൈനെസ് ഉണ്ടെങ്കിൽ ഒരു 2 സ്പൂണോളം അലോവേര ചേർക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാനിതിപ്പം എല്ലാം നന്നായിട്ട് ഞാനൊന്ന് അപ്ലൈ ചെയ്തെടുക്കട്ടെ. സ്കാൽപ്പിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഹെയറിലും കൂടെ ഇത് അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പം ഹെയറിൽ അപ്ലൈ ചെയ്യാൻ ഞാൻ ഇതുപോലെ ഓരോന്നെടുത്ത് ഇതുപോലെ അപ്ലൈ ചെയ്തെടുക്കുകയാണ്. അപ്പം ഈ ഒരു പാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു പാക്ക് എല്ലാവരുടെയും കയ്യിൽ കാണുമല്ലോ. ചോറും അതുപോലെ തന്നെ കഞ്ഞികളും എല്ലാവരുടെയും വീട്ടിൽ കാണുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് എല്ലാം കൂടെ ചേർത്താണ് ഈ ഒരു പാക്ക് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. ഇതിനകത്തിലെ തേങ്ങാപ്പാലൊക്കെ ആയാൽ തന്നെ അറിയാമല്ലോ, നമ്മുടെ ഡ്രൈനെസ്സിനൊക്കെ ഒരുപാട് നല്ലതാണ്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ഒരു പാക്ക്. ഇതിന് കിട്ടുന്ന റിസൾട്ട് എങ്ങനെയാണെന്നും കൂടെ. ഓരോ മുടിയായിട്ട് ഇങ്ങനെ ഇതിലും കനം കുറച്ച് മുടിയെടുത്ത് ചെയ്യാമെങ്കിൽ അത് കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ. അപ്പം ഞാനിപ്പം വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നത്, ഞാനൊരു ജസ്റ്റ് ഒരു ഡെമോ കാണിക്കുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങളുടെ ഹെയറിൻ്റെ രീതി അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹെയർ പാക്ക് ഒക്കെ ചെയ്യുമ്പം പല യൂട്യൂബ് വീഡിയോസിലും ഒരുപാട് പാക്കുകൾ കാണുന്നുണ്ട്. അപ്പം നമ്മൾ അതെല്ലാം നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്ത് റിസൾട്ട് കിട്ടുമെന്ന് വിചാരിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ ഓരോ മുടിയിലും പാക്ക് ആയിരിക്കും സൂട്ടാവുന്നത്. അത് തന്നെയല്ല, നിങ്ങളുടെ മുടി ഏതാണെന്ന് കറക്റ്റായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ മുടിയിലെ പാക്കുകൾ അപ്ലൈ ചെയ്യാവുള്ളൂ. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. അപ്പം ഡ്രൈനെസ് ഉള്ളവർക്കും ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല മുടി നല്ല രീതിയിൽ നമുക്ക് ഡ്രൈനെസ് ഒക്കെ മാറി നല്ല ഒരു തിളക്കം ലഭിക്കുന്നതാണ് ഈ ഒരു പാക്ക്. നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നമാണല്ലോ, മുടി നല്ല ഒരു TV-യിലൊക്കെ ആയാലും മുടിയൊക്കെ നല്ല ഷൈനിങ് ആയിട്ട് കിടക്കുമ്പോൾ നമ്മുടെ മുടിയും കൂടെ അങ്ങനെയൊക്കെ കിടക്കണമെന്ന് ആഗ്രഹിക്കാത്ത ആളുകൾ കാണുന്നില്ല. അപ്പം ഈ ഒരു പാക്ക് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മുടിയൊക്കെ നല്ല രീതിയിൽ എന്ന് വെച്ചാൽ പട്ട് പോലെ തന്നെ തിളങ്ങുമെന്നുള്ളത് 100% ഉറപ്പാണ്. അത് പക്ഷേ ഒരു യൂസ് തന്നെ നമുക്ക് നല്ല റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇത് ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഈ ഒരു പാക്ക് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പം
അപ്പം നിങ്ങൾ ഈ ഒരു പാക്ക് ആദ്യമായാണ് കേൾക്കുന്നതെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ സ്കാൽപ്പും അതുപോലെ തന്നെ നമ്മുടെ ഹെയറും ഒക്കെ ഒന്ന് മോയ്സ്ചറൈസിങ് ആകുന്നതാണ്. അപ്പം മോയ്സ്ചറൈസിങ് ആകുമ്പോൾ നമ്മുടെ മുടി നല്ല രീതിയിൽ തിളക്കം ലഭിക്കുന്നതാണ്. ആ ഡ്രൈനെസ് ഒക്കെ പോകുമ്പോൾ തന്നെ മുടി നല്ല രീതിയിൽ തിളക്കം ലഭിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു പാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും കൂടെ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി കാണാം. അതുവരേക്കും ബൈ ബൈ.